പ്രിയമുള്ളവരെ, നമ്മുടെ കായികാധ്വാനം കൊണ്ടും നമ്മുടെ ശാരീരിക ആരോഗ്യം കൊണ്ടും പലതും നേടിയെടുക്കാൻ കഴിയുന്നവരാണ് നാം ഓരോരുത്തരും. പക്ഷേ നമ്മളുടെ ഒരു ചെറിയ സ്വഭാവ വൈകല്യത്തിൻ്റെ പേരിൽ നാം ബലഹീനനായി പോകാറുണ്ട്. എന്നറിയില്ലേ? നാം ദേഷ്യപ്പെടുന്ന സന്ദർഭങ്ങൾ. ദേഷ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ നാം വായിൽ വരുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും, അത്യുച്ചത്തിൽ ശബ്ദമുണ്ടാക്കും, കണ്ണിൽ കാണുന്നതൊക്കെ വലിച്ചെറിയും. ചിലപ്പോൾ എതിരായി നിൽക്കുന്ന ആളെ നമ്മൾ മർദ്ദിച്ചു എന്നും വരാം. പക്ഷേ അതൊന്നും ഒരിക്കലും ഒരു ശക്തൻ്റെ അടയാളമല്ല, അതൊരു ബലഹീനൻ്റെ അടയാളമെന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസുണ്ട്, മത്സരത്തിൽ, അതായത് ഗുസ്തി മത്സരത്തിൽ തൻ്റെ എതിരാളിയെ മലർത്തി അടിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ, മറിച്ചോ ഇന്നമ ശരീദുല്ലദീ, ഒരു ശക്തൻ, യഥാർത്ഥ ശക്തൻ എന്ന് പറയുന്നത് യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയുന്നവൻ ആരാണ്, അവനാണ് യഥാർത്ഥ ശക്തനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത്രയും മോശപ്പെട്ട ഒരു സ്വഭാവമാണ് കോപമെന്ന് പറയുന്നത്. നമുക്ക് ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ പൊട്ടിത്തെറിക്കാറുണ്ട്. ആ പൊട്ടിത്തെറിച്ച് 5 മിനിറ്റോ 10 മിനിറ്റോ കഴിയുമ്പോൾ നമുക്കതിലൊക്കെ മനസ്താപം വരാറുണ്ട്, വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട്. പലതും കൈവിട്ടു പോയതിനു ശേഷം ആ ചിന്ത കൊണ്ട് ഫലമൊന്നുമില്ല. ദേഷ്യം വരുമ്പോൾ അത് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. അതിന് സാധിക്കട്ടെ.